കൂട്ടുകാരെ, ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിരുന്നല്ലോ ന്യൂസിലാൻഡിലെ ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാമെന്ന്. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് കേട്ടോളൂ. നാട്ടിൽ നിങ്ങൾ വാഹനം ഓടിക്കുന്ന ആളാണെങ്കിൽ നാട്ടിൽ നിന്നും വരുമ്പോൾ നിങ്ങൾ കയ്യിൽ കരുതേണ്ട കുറച്ച് ഡോക്യുമെൻറ്റുകളുടെ കാര്യമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എക്സ്ട്രാക്റ്റ്. അത് പരിവാഹൻ സൈറ്റിൽ നമുക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലറാണ്. അതായത് നമ്മൾ 50 ടണ്ണിൻ്റെ വണ്ടി ഓടിക്കാൻ കഴിവുള്ള ആളാണെന്നും 50 പേരെ വെച്ച് യാത്ര ചെയ്യാൻ പാസഞ്ചർ വാഹനം ഓടിക്കാൻ കഴിവുള്ള ആളാണെന്നും RTO സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പേപ്പറിനാണ് ഈ പറയുന്ന പർട്ടിക്കുലറിന്. അപ്പോൾ അത് ജോയിൻ്റ് RTO പോയി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് സംസാരിച്ച് ചെറിയൊരു അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ അതവിടെ നിന്ന് ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയിരിക്കണം. യാതൊരുവിധ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇവിടെ അതൊക്കെ നോക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിസ പോലും റിജക്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതൽ ആണ്. പിന്നെ നിങ്ങളുടെ PCC ഇതെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡായിട്ട് വരുന്നതാണ്. PCC എന്ന് പറയുമ്പോഴത്തേക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റാണ്. അപ്പം നിങ്ങളുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ അതിൽ കാണിക്കും. ഈവൻ നിങ്ങൾക്കൊരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ പോലും ഈ പർട്ടിക്കുലർ എടുക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ DL എക്സ്ട്രാക്റ്റ് എടുക്കുമ്പോഴും അതിൽ മെൻഷൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഞാനത് എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഒരു 250 ക്വസ്റ്റ്യൻ വരും. ആ 250 ക്വസ്റ്റ്യനിൽ നിന്നാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. 35 ക്വസ്റ്റ്യനാണ് വരിക. ആ 35 ക്വസ്റ്റ്യനിൽ 33 നമ്മൾ പാസ്സാക്കണം. അപ്പോൾ നമ്മൾ ആ പരീക്ഷ വിജയിക്കും. വലിയ ടാസ്ക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, ടാസ്ക് ആയിരിക്കും. ഇതിൻ്റെ കോഡ് എൻ്റെ കയ്യിലുണ്ട്. ആവശ്യക്കാർ കമൻ്റ് ഇട്ട് അറിയിക്കുകയാണെങ്കിൽ ഞാൻ പേഴ്സണലായിട്ടത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ നമ്പർ മെൻഷൻ ചെയ്താൽ മതി. അതിൽ കമൻറ്റിൽ ഞാൻ അതിലിട്ട് തരുന്നതായിരിക്കും. എളുപ്പമാണ് പഠിക്കാനൊക്കെ. അതിൻ്റെ ആൻസറും ക്വസ്റ്റ്യനും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ കോഡെന്ന് പറയുന്നത്. പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള രാജ്യമൊന്നുമില്ല. വണ്ടി ഓടിക്കാനും ടെസ്റ്റ് എടുക്കാനും ലൈസൻസ് എടുക്കാനും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇംഗ്ലീഷ് അത്യാവശ്യം അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. കാരണം കമ്മ്യൂണിക്കേഷൻ ആണല്ലോ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നം. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് ഒരു ബിലോ ആവറേജ് ഞാൻ പറയത്തില്ല, എന്നാൽ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. പിന്നെ അവസാനത്തെ കാര്യം, ഞാനൊരു ചാനൽ ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയതാണ്. അപ്പം ഒരുപാട് വ്യൂവേഴ്സൊക്കെ എനിക്കൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര കുറവാണ്. ആരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുന്നില്ല. അപ്പം ആർക്കെങ്കിലും അങ്ങനൊരു മനോഭാവം ഉണ്ടെങ്കിൽ എന്നെയും കൂടി നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടി സന്തോഷത്തോടെ പോവാം. ബൈ ബൈ.